ഒരു തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുകയാണ്. ഇനി 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഈ ആവേശം കെട്ടടങ്ങാൻ. ഇപ്പോൾ അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്നു അവിടെ കൊട്ടിക്കലാശം എന്നതാണ് മനസ്സിലാക്കുന്നത്. 3 മുന്നണികളുടെയും ഈ കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തെ അസംബ്ലിംഗ് പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെയുള്ള ചിത്രം തന്നെയാണ് ഇവിടുത്തേത്. അതായത് സാധാരണ കൊട്ടിക്കലാശം 6 മണിക്ക് അവസാനിക്കുന്ന കൊട്ടിക്കലാശമാണ്. ഒരു 4 മണിയോടുകൂടി എല്ലാവരും ലൈനപ്പ് ആവും. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാഴ്ച. പക്ഷെ സംഭവിച്ചതല്ല. ഉച്ചയ്ക്ക് ഒരു 2 മണി ആയപ്പോൾ മുതൽ തന്നെ നിശ്ചയിച്ച ഇടങ്ങളിലേക്ക് തന്നെ ആളുകൾ, അവരുടെ പ്രവർത്തകർ സംഘടിച്ചെത്തി അതിശക്തമായ പ്രചരണ അവസാന കാഴ്ചകൾ ഒരുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സ്ഥാനാർത്ഥികളും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതു സ്ഥാനാർത്ഥി നേരത്തെ തന്നെ സ്വരാജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു സ്ഥാനാർത്ഥികളുമൊക്കെ അങ്ങ് എത്തുകയാണ്. അങ്ങനെ ശക്തമായി തന്നെ പ്രവർത്തകർക്ക് ആവേശം നൽകിക്കൊണ്ടാണ് ഇതിപ്പോൾ ഒരു മണ്ഡലത്തിന്റെ ഒരു സെൻട്രലായി നൽകിയിരിക്കുന്ന നിലമ്പൂർ നഗരമേഖലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന കൊട്ടിക്കലാശത്തിന്റെ കാഴ്ച. സമാനമായ കാഴ്ചകൾ ഓരോ പഞ്ചായത്ത് തലത്തിലും നടക്കുന്നുണ്ട് എന്നതുകൂടിയാണ് ഈ നിലമ്പൂരിന്റെ ആവേശത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട അതിന്റെ ഒരു ആവേശ ചിത്രം അതാണ്. എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അടിയുറച്ച പ്രവർത്തകരും ഒപ്പം മറ്റ് വിശ്വാസികളുമൊക്കെയാണ് അതിനൊപ്പം ഈ കൊട്ടിക്കലാശത്തിൽ വരുന്നത്. പക്ഷെ അതിനപ്പുറം ഇവിടെ ജനവിധി നിർണ്ണയിക്കൽ നിർണായകമാവുന്നത് ഇവിടുത്തെ നിശബ്ദ വോട്ടർമാരാണ്. ആ നിശബ്ദ വോട്ടർമാരെടുക്കുന്ന നിലപാട് എന്തായാലും സ്വാഭാവികമായും നിർണായകമാണ്. എന്തായാലും ഈ ആവേശ കാഴ്ചകളൊക്കെ ആ നിശബ്ദ വോട്ടർമാരെയും സ്വാധീനിക്കും എന്ന ഒരു ബോധത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ കാഴ്ചകളൊക്കെ ഒരുക്കുന്നത് എന്ന പ്രത്യേകതകളുമുണ്ട്. ഇനി കൊട്ടിക്കലാശത്തിന്റെ വിശേഷത്തിലേക്ക് വന്നാൽ ഇവിടെ 3 ഇടങ്ങളിലായിട്ടാണ് ഇവർക്ക് സ്ഥലങ്ങൾ 3 പാർട്ടികൾക്കും അനുവദിച്ചിരിക്കുന്നത്. ആ 3 ഇടങ്ങളിൽ വലിയ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശം പ്രവർത്തകർക്കിടയിലേക്ക് വന്ന് അതൊരു സംഘർഷത്തിന് ഇടവെക്കരുത് എന്ന തയ്യാറെടുപ്പിലും മുൻകരുതലിലുമാണ് പോലീസ് അത്തരം ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നതിന്റെ കാരണം. മറ്റൊന്നുകൂടി ഉള്ളത്, ഈ കാലങ്ങളായി തെരഞ്ഞെടുപ്പ് രീതികളും ശൈലികളും പ്രചരണ രീതികളും ഒക്കെ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത്തവണയ്ക്ക് വരുമ്പോൾ ഈ കൊട്ടിക്കലാശത്തിന് ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളും സൗണ്ട് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി, ഒരു ഡിജെക്ക് സമാനമായ സംവിധാനങ്ങൾ ഒരുക്കി വലിയ ശബ്ദ കോലാഹലങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത് ഇവിടേക്ക് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന മറുവശം കൂടിയുണ്ട്. പക്ഷെ എന്തായാലും ഈ ആവേശ കാഴ്ചകൾക്ക് തന്നെ തൽക്കാലം മാറിയിരിക്കുകയാണ്. നഗരം പൂർണ്ണമായും ഈ കൊട്ടിക്കലാശത്തിന് വേണ്ടി മാറിക്കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം നമുക്ക്. കാരണം അങ്ങനെയാണ് ഇപ്പോൾ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ പോരാട്ടം യഥാർത്ഥത്തിൽ അത് നിലമ്പൂരിൽ ഒതുങ്ങുന്നില്ല എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ ചിത്രത്തിന്റെ ഭാഗമാണ്. കാരണം വരാനിരിക്കുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത സ്വാഭാവികമായും നമ്മൾ സെമി ഫൈനൽ എന്നൊക്കെ വിളിക്കുന്ന അതേ വാശിയും വീറും എല്ലാ അർത്ഥത്തിലും ഇവിടെയുണ്ട്. അത് ഈ ദിവസം മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ നീക്കങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു. ഇന്ന് ഇരു രാഷ്ട്രീയ നേതൃത്വങ്ങളും പ്രത്യേകിച്ച് ഇടതുമുന്നണിയും UDF-ഉം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് 2026 ഞങ്ങളുടെ തയ്യാറെടുപ്പാണ്, അതിന്റെ ജനവിധി കൂടിയാണ് ഇവിടുന്ന് ഉണ്ടാവുന്നത് എന്ന രാഷ്ട്രീയ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. UDF അവകാശപ്പെടുന്നത് വീണ്ടും ഒരു പിണറായി സർക്കാർ എന്ന ഇടതുപക്ഷത്തിന്റെ അവകാശവാദത്തിന് അവസാന ആണിയടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആകും നിലമ്പൂരിലെന്ന അവരുടെ അവകാശവാദമുണ്ട്. അതേസമയം ഇടതുപക്ഷമാവട്ടെ ഇത് സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവരും ആ തരത്തിൽ ഒരു ഭരണ തുടർച്ച വീണ്ടും എന്നത് നിലമ്പൂരിൽ നിന്ന് ഉറപ്പാക്കുക, ഇതാണ് അവരുടെയും അവകാശവാദം. ആ തരത്തിൽ കൂടി നിലമ്പൂരിന്റെ ജനവിധി പ്രസക്തമാവുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. സ്ഥാനാർത്ഥികൾ ആര് ജയിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് നയിച്ചവരുടെ ജയപരാജയം കൂടി നിശ്ചയിക്കുന്നതായി ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് എന്ന മറ്റൊരു പ്രത്യേകതയുമുണ്ട്. അങ്ങനെ പല അർത്ഥത്തിലും നിലമ്പൂരിലെ ഒരു പ്രാദേശിക ഈ നിയമസഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് അത്ര കണ്ട് രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്നിരുന്നാൽ കൂടിയും അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച വലിയ ആവശ്യത്തിലേക്ക്, വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് മാറുന്നതാണ്. സ്വാഭാവികമായും അത് ഈ കൊട്ടിക്കലാശം പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസം അതേ തരത്തിൽ തന്നെ പ്രകടമാകുന്നു എന്നതാണ് സാഹചര്യം. 6 മണിക്ക് ശേഷം പതിവ് പോലെ മണ്ഡലത്തിന് പുറത്തുള്ള ആർക്കും ഇവിടെ പ്രവേശനമില്ല. നേതാക്കൾ വന്ന നേതാക്കളെല്ലാം തിരികെ പോകണം. രാവിലെ മുതൽ തന്നെ പ്രധാന നേതാക്കളൊക്കെ മടങ്ങി തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി അവശേഷിക്കുന്നത് ഏകദേശം 2 മണിക്കൂറുകൾ മാത്രമാണ്. ആ 2 മണിക്കൂറിനുള്ളിൽ എല്ലാ പരസ്യ പ്രചരണങ്ങളും അവസാനിക്കണം. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. സ്വാഭാവികമായും അതിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പ്രത്യേകതയുള്ളത്, നിലമ്പൂരിൽ റോഡ് ഷോയിലൊക്കെ വലിയ ആളുകളെ അണിനിരത്തി വലിയ ശബ്ദഘോഷങ്ങളൊക്കെ മുഴക്കിയ PV അൻവർ ഈ കൊട്ടിക്കലാശത്തിൽ നിന്നും പിൻവാങ്ങി. അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല എന്നതുകൂടിയാണ്. താൻ ആ സമയത്ത് മറ്റു രാഷ്ട്രീയ സാധ്യതകൾ തേടുന്നു, മറ്റ് പ്രചരണ സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നതാണ് അൻവറിന്റെ അവകാശവാദം. എന്തായാലും
നിലമ്പൂർ ജനവിധി എഴുതുമ്പോൾ അത് കേരളത്തിന്റെ വരാനിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു ദിശാസൂചികയാണ് എല്ലാ അർത്ഥത്തിലും എന്ന പ്രത്യേകതയുമുണ്ട്. ആ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നതും രേണുക. തീർച്ചയായും എന്തായാലും അതിതീവ്ര പ്രചരണത്തിന്റെ അവസാന മണിക്കൂറിലാണ് നിലമ്പൂർ. ടി ജി സാജിത്ത് അവിടെ നിന്ന് നൽകുന്ന വിവരണം അതുതന്നെയാണ് നമുക്ക് നൽകുന്ന ബോധ്യം അതുതന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം ആവേശത്തിലാണ് നിലമ്പൂർ എന്നത്. അവിടെ 3 മുന്നണികളും സംഗമിച്ചിരിക്കുന്നു കൊട്ടിക്കലാശത്തിന്റെ ഇടത്ത്. അവർക്ക് കഴിയുന്നത്ര ആവേശം വാരി വിതറുക എന്നത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്രമാത്രം പ്രവർത്തകരെ അവിടെ എത്തിക്കുന്നു. അത്രമാത്രം പുതിയ തലങ്ങളിലേക്ക് ആവേശം പ്രകടിപ്പിക്കാൻ കഴിയുന്ന തലങ്ങളിലേക്കൊക്കെ അവർ കൊട്ടിക്കലാശത്തിൽ എത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 3 മുന്നണികളെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. പല വിശകലനങ്ങൾക്കും ഇട നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് നിലമ്പൂരിൽ നിന്ന് വരാൻ പറ്റുന്നത്. അവിടെ LDF UDF നേർക്ക് നേരുള്ള പോരാട്ടമായി ഇപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. UDFനെ സംബന്ധിച്ച് അവർ 10,000-ന് മുകളിൽ ഏത് സാഹചര്യത്തിലും ഭൂരിപക്ഷം കിട്ടി വിജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം ഈ കൊട്ടിക്കലാശത്തിന്റെ ദിവസം പോലും പ്രകടിപ്പിക്കുന്നുണ്ട് UDF ക്യാമ്പ്. അതേസമയം LDF 5,000 മുതൽ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം, M സ്വരാജ് എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയിലൂടെ വിജയമുറപ്പ് എന്ന ആത്മവിശ്വാസം LDF ഈ ഘട്ടത്തിൽ വെച്ച് പുലർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. NDA ആദ്യം മടിച്ചു നിന്നു. തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി വേണമോ വേണ്ടയോ എന്ന ഒരു ആശയക്കുഴപ്പം NDA സംബന്ധിച്ചുണ്ടായിരുന്നുവെങ്കിൽ പോലും അവർ പിന്നീട് അവർക്ക് സാധ്യമായ നിലയിൽ ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം LDF പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ UDFനെ സംബന്ധിച്ച് മത്സരം കടുക്കുന്നതാണ് കണ്ടത്. അതിന് പിന്നാലെ അൻവറിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ആ ചർച്ചകൾ ഫലം കണ്ടില്ല. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിലേക്ക് എത്തുക കൂടി ചെയ്തതോടുകൂടിയാണ് ഒരു പ്രവചനം അസാധ്യമാകും വിധം നിലമ്പൂരിന്റെ രാഷ്ട്രീയം മാറി മറിഞ്ഞത്. നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറി മറിഞ്ഞത്. ഇപ്പോൾ ഈ നിമിഷം പോലും ഒരു പ്രവചനം അസാധ്യമാണ്. നിലമ്പൂരിലെ ജനങ്ങൾ ആർക്കൊപ്പം എന്നത് അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമായി തുടരുകയാണ്. മുന്നണികൾക്ക് പുറമേ നിന്നുള്ള കൂട്ടിക്കിഴിച്ചിലുകൾ മാത്രമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ നടത്താൻ കഴിയുക. ഇന്ന് എല്ലാ തരത്തിലും എല്ലാ സന്നാഹങ്ങളും ഒരുക്കി 2 മുന്നണികളും രംഗത്തിറങ്ങിയ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശമാണ്. NDA സംബന്ധിച്ച് അവരുടെ ക്യാമ്പ് പതിയെ തുടങ്ങി. വലിയ നേതാക്കളൊന്നും തന്നെ എത്തിയില്ല. ദേശീയ നേതാക്കളുടെ ഒന്നും പ്രവാഹം മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതുപോലെ നിലമ്പൂരിലേക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവർ സാധ്യമായ നിലയിലൊക്കെ അവസാന ദിവസങ്ങളിൽ പ്രചരണത്തിൽ സജീവമാകുന്നത് നമ്മൾ കണ്ടതാണ്. അതേസമയം LDFനെയും UDFനെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ LDF മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രചരണമാണ്. അവസാന 3 ദിവസം 2ാം ഘട്ടം പ്രചരണത്തിനെത്തിയ മുഖ്യമന്ത്രി അവിടെ മുഖ്യമന്ത്രി എത്തിയ യോഗങ്ങളിൽ ആളുകൾ തടിച്ചുകൂടുന്നത് നമുക്ക് കാണാമായിരുന്നു. വലിയ ആവേശം വാരി വിതറുന്ന യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. മുഖ്യമന്ത്രി എത്തുന്ന യോഗങ്ങളിലെ പ്രവർത്തകരുടെ ബാഹുല്യം തന്നെ വലിയ രീതിയിൽ LDF ക്യാമ്പിന് ആവേശം നൽകുന്നതായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രചരണമാണ് LDFനെ സംബന്ധിച്ച്. മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രചരണമാണ് LDFനെ സംബന്ധിച്ച് അവിടെ നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു UDFന്റെ പ്രചരണവും എന്ന് നമ്മൾ കാണണം. പ്രതിപക്ഷ നേതാവ് മുന്നിൽ നിന്നാണ് UDF പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. അതേസമയം ഒരു എണ്ണയിട്ട യന്ത്രം എന്നതുപോലെ തന്നെ UDF ക്യാമ്പിലും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രചരണ സംവിധാനത്തിന് കഴിഞ്ഞു എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. അത് അവിടെ നിലമ്പൂരിൽ വളരെ പ്രകടവുമായിരുന്നു. ഇത്തവണ UDFൽ ലീഗും കോൺഗ്രസും ഇരുമയും മറന്ന് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്ന് UDF ക്യാമ്പ് ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഏറ്റവും മുന്നിൽ നിന്ന് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് ലീഗ് നേതൃത്വമാണ് എന്നത് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. അതിൻ്റെ നേട്ടം തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാകും എന്നത് UDF വളരെ ആത്മാർത്ഥമായി തന്നെ വിശ്വസിക്കുന്നതുമുണ്ട്. ഇനി നിലമ്പൂരിലെ അടിയൊഴുക്കുകൾ എങ്ങനെ എന്നത് സംബന്ധിച്ചാണ്. അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ, ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമോ എന്നത് നമ്മൾ കാത്തിരിക്കണം. നിലമ്പൂരുകാർ എങ്ങനെ വിധി എഴുതാൻ പോകുന്നു എന്നത്
പ്രവചിക്കാൻ സാധ്യമാകാത്ത തലത്തിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് ഓരോ ക്യാമ്പിലെയും ആവേശം കാണാം. നൃത്തം, ലേസർ ഷോ തുടങ്ങിയവയൊക്കെ അണിനിരത്തുന്നുണ്ട് കൊട്ടിക്കലാശത്തിൽ എന്നതാണ് നേരത്തെ ടി ജി സജിത്ത് സൂചിപ്പിച്ചത്. വലിയ രീതിയിലുള്ള ആവേശം. സ്ഥാനാർത്ഥികൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതിലും മുൻപേ തന്നെ നിലമ്പൂർ ടൗണിലെ കൊട്ടിക്കലാശ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രവർത്തകർക്ക് ആവേശമായി എന്നതാണ് നമ്മൾ കാണുന്നത്.